ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറവകൾ നമ്മുടെ കൂട്ടുകാർ എന്ന പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം അതിൽ ഏകദേശം ഒരു 2-3 പാരഗ്രാഫാണ് പഠിച്ചു. എന്താണ് പറഞ്ഞത്? പഴയ കാലം മുതൽ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ കഥകളൊക്കെ കാണിക്കുന്നത് മനുഷ്യൻ പണ്ട് കാലം മുതലേ പക്ഷികളെ അടുത്തറിയാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അല്ലേ? അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ പറവകൾ നമ്മുടെ കൂട്ടുകാർ. പറവകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? പക്ഷികൾ അല്ലേ? പറവകൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പക്ഷികൾ. ഓക്കെ. അപ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാമായണം അല്ലെ? രാമായണം എഴുതിയത് വാൽമീകിയാണെന്ന് പറഞ്ഞു അല്ലേ? അത് പറഞ്ഞ സമയത്ത് മഹാഭാരതത്തിന്റെ കർത്താവ് ആരാണ്? വേദവ്യാസനാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ കഥകളിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഥകളിൽ നിന്നൊക്കെ വേടൻ അമ്പെയ്തതും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കഥകളിൽ നിന്നൊക്കെ സൂചിപ്പിക്കുന്നത് പറവകൾ പണ്ട് മുതലേ നമ്മുടെ കൂട്ടുകാരായിരുന്നു എന്നതാണ് അല്ലേ? ഓക്കെ. എന്താണ്? ഓക്കെ. അപ്പൊ നമ്മള് ഈ കഥകളൊക്കെ കാണിക്കുന്നത് മനുഷ്യൻ പണ്ട് മുതലേ എന്താണ്? പക്ഷികളെ അടുത്തറിയാൻ ശ്രമിച്ചിരുന്നു എന്നാണ്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ? പിന്നെ അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിച്ചോ. മയിലിന്റെ നൃത്തവും കുയിലിന്റെ പാട്ടും അരയന്നത്തിന്റെ നടത്തവും വർണ്ണിക്കാത്ത കവികളില്ല. സംഗീതത്തിലെ പല രാഗങ്ങളും കിളികളുടെ കളകൂജനങ്ങളെ അനുകരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏത് നർത്തകനെയും അത്ഭുതപ്പെടുത്തുന്ന നൃത്തമാണ് മയിലുകൾ നടത്തുന്നത്. വർണ്ണഭംഗിയിലും പക്ഷികൾ ഒട്ടും പിന്നിലല്ല. വർണ്ണഭംഗിയിലും പക്ഷികൾ ഒട്ടും പിന്നിലല്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോ മയിലിന്റെ നൃത്തം നിങ്ങൾക്ക് അറിയാലോ. മയിലിന്റെ ഡാൻസ് പറയാറുണ്ടല്ലോ. കുയില് പാട്ട് പാടും, മയില് നൃത്തം ചെയ്യും അല്ലെ? ചെറുപ്പത്തിലേ നമ്മൾ പഠിക്കുന്നത്. അരയന്നത്തിന് നടത്തം അല്ലെ? അന്നനട എന്ന് പറയാറുണ്ട്. നല്ല നടത്തില്ലവരെ അന്നനടയാന്ന് ശീലിച്ചിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ അരയന്നത്തിന്റെ നടത്തവും വർണ്ണിക്കാത്ത കവികളില്ല. അപ്പൊ കവികൾ പൊതുവെ നമ്മുടെ എന്താണ്? ഓരോ കാര്യങ്ങളും പ്രകൃതിയിലുള്ള ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നവരാണ് അല്ലെ? അത് അവരുടെ കവിതകളിലൂടെ പറയുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വർണ്ണിക്കാത്ത കവികളില്ല എന്നാണ് പറഞ്ഞത്. സംഗീതത്തിലെ പല രാഗങ്ങളും കിളികളുടെ കളകൂജനങ്ങളെ അനുകരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏത് നർത്തകനെയും അത്ഭുതപ്പെടുത്തുന്ന നൃത്തമാണ് മയിലുകൾ നടത്തുന്നത് അല്ലേ? അത്ര നല്ല നൃത്തമാണ് മയിലുകൾ ചെയ്യാറ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മയിലിന്റെ ഡാൻസ്? മയിൽ പീലിയൊക്കെ വിടർത്തി നൃത്തം ചെയ്യും മഴയൊക്കെ വരുമ്പോ. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? വർണ്ണഭംഗിയിലും പക്ഷികൾ ഒട്ടും പിന്നിലല്ല അല്ലെ? നല്ല സുന്ദരിമാരായ പക്ഷികളുണ്ട് എന്നർത്ഥം. പല പക്ഷികളെയും നാം ഇണക്കി വളർത്തി ഉപയോഗിക്കുന്നു. കോഴി, താറാവ്, കാട മുതലായവ നമുക്ക് മുട്ടയും മാംസവും തരുന്നു. വിനോദത്തിനായി വിഹഗങ്ങളെ കൂട്ടിലടച്ചു വളർത്തുന്ന പക്ഷി സ്നേഹികളുണ്ട്. വിഹഗം എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം. അപ്പൊ പറവ, പക്ഷി, വിഹഗം അങ്ങനെ നമ്മൾ ഒരുപാട് പേരുകൾ പഠിച്ചു. കകം എന്നെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പല പക്ഷികളെയും നാം ഇണക്കി വളർത്തി ഉപയോഗിക്കുന്നു അല്ലെ? പ്രധാനമായും നമ്മൾ കോഴികളെ വളർത്താറുണ്ട്, താറാവിനെ വളർത്തുന്നവരുണ്ട് അല്ലെ? കാടക്കോഴികളെ വളർത്തുന്നവരുണ്ട്. അതാ പറഞ്ഞത്. നമുക്ക് അവരെന്ത് തരുന്നു? മുട്ടയും മാംസവും തരുന്നു അല്ലെ? ചിക്കൻ കഴിക്കാത്തവരുണ്ടോ? ഇല്ലല്ല. താറാവിന്റെ കഴിക്കാറുണ്ടാവും അല്ലെ? വിനോദത്തിനായി, അതായത് വിനോദം എന്താണ്? എന്താണ് വിനോദം? ഒരു രസത്തിന് അല്ലെ? വിനോദം എന്താണ്? ഓക്കെ. വിനോദത്തിന് വേണ്ടി വിഹഗങ്ങളെ കൂട്ടിലടച്ച് വളർത്തുന്ന പക്ഷി സ്നേഹികളുണ്ട്. നിങ്ങൾ ഒരു യഥാർത്ഥ പക്ഷി സ്നേഹിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും അങ്ങനെ കൂട്ടിലടച്ച് വളർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറക്കാൻ അനുവദിക്കണം അല്ലെ? എന്നാലേ അവർക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷിത്തൂവൽ കൊണ്ട് നിരവധി അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. മയിൽപീലി വിശറിയും പീലിക്കാവടിയും മറ്റും നമുക്ക് ഏറെ പരിചിതമാണ്. കണ്ണന്റെ തിരുമുടിയിലെ മയിൽപീലിയും നമ്മുടെ മനസ്സിന് കുളിർമ പകരുന്ന ഒന്നാണ് അല്ലെ? കണ്ണന്റെ പീലി കണ്ടിട്ടുണ്ടോ? മയിൽപീലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? ആരോ ഒരാൾ കഴിഞ്ഞ ക്ലാസ്സിൽ മയിൽപീലി കാണിച്ചില്ലേ അല്ലേ? ഓക്കെ, ഷെഫി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടില്ലേ? മയിൽപീലി കാണാത്തവരതാ കണ്ടോ കേട്ടോ, അവിടെയുണ്ട്. അപ്പോ മയിൽപീലി വിശറിയും പീലിക്കാവടിയും മറ്റും നമുക്ക് ഏറെ പരിചിതമാണ്. പരിചിതം എന്ന് പറഞ്ഞാൽ ചിതമായത്, നമുക്ക് അറിയുന്നത്, പരിചയമുള്ളത് എന്നർത്ഥം.
കണ്ണന്റെ തിരുമുടിയിലെ മയിൽപ്പീലി നമ്മുടെ മനസ്സിന് കുളിർമ പകരുന്ന ഒന്നാണ്. കുളിർമ പറഞ്ഞെന്താ? നല്ലൊരു സുഖം കിട്ടുന്നതാണ് അല്ലെ. വനനശീകരണവും പരിസര മലിനീകരണവും മൂലം പല കിളികൾക്കും വംശനാശം വന്നു കഴിഞ്ഞു. നിരവധി പക്ഷികൾ വംശനാശത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രദേശത്ത് പക്ഷികൾ ചത്തുവീഴാൻ തുടങ്ങിയാൽ അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തതായി എന്ന് മനസ്സിലാക്കാം അല്ലെ. എന്താ പറഞ്ഞേ? വനനശീകരണം, വനങ്ങൾ മുറിച്ചിട്ടല്ലേ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോ എന്താണ്, നമ്മുടെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഇല്ലാതാവുകയാണ്, വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതുപോലെ എന്താ വനനശീകരണം? ഒന്ന്, പരിസര മലിനീകരണം. ഇതൊക്കെ എന്താ, വ്യവസായശാലകളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന അല്ലെ, പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ചിട്ടുണ്ടാവുന്ന വല്ലാത്ത ഒരു സ്മെൽ. ഇതൊക്കെ എന്താണ്? പരിസരം മലിനീകരിക്കുകയാണ് അല്ലെ. അതുമൂലം പല കിളികൾക്കും വംശനാശം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വംശത്തിന് തന്നെ നാശം വന്നുകൊണ്ടിരിക്കുന്നവരെ ഇല്ലാതാക്കാണ്. നമ്മുടെ പ്രകൃതിയിൽ തന്നെ അവരെ കാണാനേ ഇല്ല അല്ലെ, വന്നു കഴിഞ്ഞു എന്നർത്ഥം. നിരവധി പക്ഷികൾ വംശനാശത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രദേശത്ത് പക്ഷികൾ ചത്തുവീഴാൻ തുടങ്ങിയാൽ അവിടം എന്താ മനസ്സിലാക്കേണ്ടത്? മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തതായി എന്ന് മനസ്സിലാക്കാം. അതായത് അത് മനുഷ്യന് വാസയോഗ്യമല്ല എന്ന് മനസ്സിലാക്കാം എന്നാണ്. ഒരു പക്ഷികള് ചത്തു വീഴാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം. അപ്പൊ എന്താ പറയുന്ന അടുത്ത ലൈനില്? പക്ഷികളെ നിരീക്ഷിക്കൂ, അവയുടെ ചലനങ്ങളും നിറങ്ങളും പാട്ടുമെല്ലാം ആസ്വദിക്കൂ. പറവകളെ സ്നേഹിക്കുന്നവർ പ്രകൃതിയെ സ്നേഹിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? മനുഷ്യരെ സ്നേഹിക്കും അല്ലെ. പ്രകൃതി സ്നേഹികളാണെങ്കിൽ അവരെന്ത് ചെയ്യും? മനുഷ്യരെ സ്നേഹിക്കും. പിന്നെന്താ? മനുഷ്യ സ്നേഹികൾ ഈ ലോകം നന്നാക്കാൻ പരിശ്രമിക്കും അല്ലെ. മനുഷ്യ സ്നേഹികളാണെങ്കിൽ എന്ത് ചെയ്യും? അവര് ഈ ലോകം തന്നെ നന്നാക്കാൻ പരിശ്രമിക്കും. അങ്ങനെയുള്ള മനുഷ്യ സ്നേഹികളാകാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് ഈ പാഠത്തില് എൻഡിങ്ങില് പറയുന്നത് അല്ലെ. എന്താണ്? നമ്മൾ പ്രകൃതിയെയും മനുഷ്യരെയും ഒക്കെ സ്നേഹിക്കാൻ, അതുപോലെ പറവകളെയും ഒക്കെ സ്നേഹിക്കാൻ പഠിക്കുന്ന നല്ല മനുഷ്യരായി വളരുമെന്നാണ് ഇതിൽ പറയുന്നത് അല്ലെ. ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത് VM രാജ്മോഹൻ എന്ന ആള് പറഞ്ഞു നിർത്തുന്നത് അതാണ്. ഓക്കെ, എന്താണ് പറവകൾ നമ്മുടെ കൂട്ടുകാർ നിലയിൽ നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മള് പക്ഷികളെ സ്നേഹിക്കണം, അതുപോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കണം, അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കണം. അപ്പൊ നമ്മൾ നല്ല മനുഷ്യരാവും, മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. മനസ്സിലായോ മക്കളെ ഈ പാഠം? ഓക്കെ, അപ്പൊ ഈ പാഠം നമ്മള് ഇന്ന് എടുത്തെടുക്കുന്ന പോലെ ഇങ്ങോട്ട് ഒരാൾ വായിച്ചേ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്തവർ ആദ്യം വായിച്ചോ? ആരൊക്കെയാ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്തെ? ഇപ്പൊ എല്ലാവരും കൃപാമേരി അല്ലേ? ഓക്കെ. മയിലിന്റെ നൃത്തവും കുയിലിന്റെ പാട്ടും അരയന്നത്തിന്റെ നടത്തവും വർണ്ണിക്കാത്ത കവികളില്ല. സംഗീതത്തിലെ പല രാഗങ്ങളും കിളികളുടെ കളകൂജനങ്ങളെ അനുകരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏത് നർത്തകനെയും, നർത്തകൻ ഡാൻസ് ചെയ്യുന്ന ആളല്ലേ, നൃത്തം ചെയ്യുന്നവൻ, നർത്തകൻ. നർത്തകനെ അത്ഭുതപ്പെടുത്തുന്ന നൃത്തമാണ് മയിലുകൾ നടത്തുന്നത്. വർണ്ണഭംഗിയിലും പക്ഷികൾ ഒട്ടും പിന്നിലില്ല. പല പക്ഷികളെയും നാം ഇണക്കി വളർത്തി ഉപയോഗിക്കുന്നു. കോഴി, താറാവ്, കാട മുതലായവ നമുക്ക് മുട്ടയും മാംസവും തരുന്നു. വിനോദത്തിനായി വിഹംഗങ്ങളെ കൂട്ടിലടച്ച് വളർത്തുന്ന പക്ഷി സ്നേഹികളുണ്ട്. നിങ്ങൾ ഒരു യഥാർത്ഥ പക്ഷി സ്നേഹിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷി തൂവൽ കൊണ്ട് നിരവധി അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. മയിൽപ്പീലി വീശറിയും പീലിക്കവാടിയും മറ്റും നമുക്ക് ഏറെ പരിചിതമാണ്. കണ്ണന്റെ തിരുമുടിയിലെ മയിൽപ്പീലിയും കുളിർമ പകരുന്ന ഒന്നാണ്. വനനശീകരണവും പരിസര മലിനീകരണവും മൂലം പല കിളികൾക്കും വംശനാശം വന്നു കഴിഞ്ഞു. നിരവധി പക്ഷികൾ വംശനാശത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രദേശത്ത് പക്ഷികൾ ചത്തു വീഴാൻ തുടങ്ങിയാൽ അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാതായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷികളെ നിരീക്ഷിക്കൂ, അവയുടെ ചലനങ്ങളെയും നിറങ്ങളും
പാട്ടുമെല്ലാം ആസ്വദിക്കൂ. പറവകളെ സ്നേഹിക്കുന്നവൻ പ്രകൃതിയെ സ്നേഹിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്നവൻ മനുഷ്യരെ സ്നേഹിക്കും. മനുഷ്യ സ്നേഹികൾ ഈ ലോകം നന്നാക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള മനുഷ്യ സ്നേഹികളാകാൻ നമുക്ക് കഴിയട്ടെ. ഓക്കെ, നെക്സ്റ്റ് ദേവാഞ്ജന. ആദ്യം മുതൽ പാഠം 19. പറവകൾ നമ്മുടെ കൂട്ടുകാർ. മഹർഷി നദീതീരത്ത് നിൽക്കുകയായിരുന്നു. അവിടെ ഒരു മരക്കൊമ്പിൽ ഒരാൺകിളിയും പെൺകിളിയും ഇരിക്കുന്നത് മഹർഷി കണ്ടു. അവരുടെ സന്തോഷ പ്രകടനങ്ങൾ കണ്ട് അദ്ദേഹം മതിമറന്ന് നിന്നുപോയി. ഇതിനിടയിലാണ് ഒരു വേടൻ ആൺകിളിയെ അമ്പെയ്ത് വീഴ്ത്തിയത്. ഇണക്കിളിയുടെ വേർപാടിൽ വേദന പൂണ്ട് ആ പെൺപക്ഷി ദിനം നിലവിളിച്ചു. ഈ കാഴ്ച കണ്ടുനിന്ന മഹർഷിക്ക് മനം നൊന്തു. അദ്ദേഹത്തിന്റെ ശോകം ഒരു ശ്ലോകമായി മാറി. മാനിഷാദ എന്നു തുടങ്ങുന്ന ശ്ലോകം. ഈ ശ്ലോകത്തിന്റെ മട്ടിൽ ശ്രീരാമ കഥയെഴുതാൻ ബ്രഹ്മാവ് വാൽമീകിയോട് അരുളി ചെയ്തവത്രേ. അങ്ങനെയാണ് രാമായണം എന്ന ഇതിഹാസ കാവ്യം ഉടലെടുത്തത് എന്നാണ് ഐതിഹ്യം. പുരാണങ്ങളിൽ പക്ഷികൾക്ക് അപ്രധാനമല്ലാത്ത സ്ഥാനമുണ്ട്. സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണ്. രാവണൻ സീതയെ കട്ടുകൊണ്ടു പോകുമ്പോൾ തടയാൻ ശ്രമിച്ചത് ജടായു എന്ന പക്ഷിരാജനാണ്. ഹംസവാഹനനാണ് ബ്രഹ്മാവ്. ഇങ്ങനെ വിഹംഗങ്ങളെ പറ്റി അനവധി കഥകൾ ഭാരതീയ പുരാണങ്ങളിലുണ്ട്. ഗ്രീക്ക് പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് ഫീനിക്സ്. അവസാന കാലമാകുമ്പോൾ സ്വയം കൂട്ടി ഈ പക്ഷി ആത്മഹത്യ ചെയ്യുമെന്നും ആ ചിതയിൽ നിന്ന് വീണ്ടും ഒരു ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുമെന്നുമാണ് പ്രാചീന ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ മോളെ, ഓക്കെ. ശ്രീദേവ് കൃഷ്ണ. വായിച്ചേ മോനെ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഈ കഥകളൊക്കെ കാണിക്കുന്നത് മനുഷ്യൻ പണ്ടുകാലം മുതലേ പക്ഷികളെ അടുത്തറിയാൻ ശ്രമിച്ചിരുന്നു എന്നതാണ്. മയിലിന്റെ നൃത്തവും കുയിലിന്റെ പാട്ടും അരയന്നത്തിന്റെ നടത്തവും വർണ്ണിക്കാത്ത കവികളില്ല. സംഗീതത്തിലെ പല രാഗങ്ങളും കിളികളുടെ കളകൂജനങ്ങളും അനുകരിച്ചു ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതു നർത്തകനെയും അത്ഭുതപ്പെടുത്തുന്ന നൃത്തമാണ് മയിലുകൾ നടത്തുന്നത്. വർണ്ണഭംഗിയിലും പക്ഷികൾ ഒട്ടും പിന്നിലല്ല. പല പക്ഷികളെയും നാം ഇണക്കി വളർത്തി ഉപയോഗിക്കുന്നു. താറാവ്, കാട മുതലായവ നമുക്ക് മുട്ടയും മാംസവും തരുന്നു.
വിനോദത്തിനായി വിഹഗങ്ങളെ മൃഗങ്ങളും കൂട്ടിലടച്ചു വളർത്തുന്ന പക്ഷി സ്നേഹികളുണ്ട്. ഉണ്ട്. നിങ്ങൾ ഒരു യഥാർത്ഥ പക്ഷി ആണെങ്കിൽ സ്നേഹിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ മോനെ. നെക്സ്റ്റ് ആൻഡ്രോസ് പ്രിൻസ്. ആൻഡ്രോസ് പ്ലീസ് അൺമ്യൂട്ട്. ഈ തൂവൽ കൊണ്ട് നിരവധി അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. മയിൽപീലി, വിഷറിയും പീലി, കാവടിയും മറ്റും നമുക്ക് ഏറെ പരിചിതമാണ്. കണ്ണന്റെ തിരുമുടിയിലും നമുക്ക് നമ്മുടെ മനസ്സിന് കുളിർമ പകരുന്ന ഒന്നാണ്. വനനശീകരണവും പരിസര മലിനീകരണവും മൂലം പല കിളികൾക്കും വംശനാശം വന്നു കഴിഞ്ഞു. നിരവധി പക്ഷികൾ വംശനാശത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രദേശത്ത് പക്ഷികൾ ചേർത്തു വീഴാൻ തുടങ്ങിയാൽ അവിടം മനുഷ്യനു ജീവിക്കാൻ പറ്റാത്തതായി എന്ന് മനസ്സിലാക്കാം. പക്ഷികളെ നിരീക്ഷിക്കുന്നു. അവയുടെ ചലനങ്ങളും നിറങ്ങളും പാട്ടുകളും എല്ലാം ആസ്വദിക്കൂ. പറവകളെ സ്നേഹിക്കുന്നവൻ പ്രകൃതിയെ സ്നേഹിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്നവൻ മനുഷ്യരെ സ്നേഹിക്കും. മനുഷ്യ സ്നേഹികൾ ഈ ലോകം നന്നാക്കാൻ പരിശ്രമിക്കും. അങ്ങനെയുള്ള മനുഷ്യ സ്നേഹികളാകാൻ നമുക്ക് കഴിയട്ടെ. ഓക്കെ. നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരോൺ. ആദ്യം പോലെ സ്റ്റാർട്ട് ചെയ്തോ. വാൽമീകി മഹർഷി തമസ നദീതീരത്ത് നിൽക്കുകയായിരുന്നു. അവിടെ ഒരു മരക്കൊമ്പിൽ ഒരാൺകിളിയും പെൺകിളിയും ഇരിക്കുന്നത് മഹർഷി കണ്ടു. അവരുടെ സന്തോഷ പ്രകടനങ്ങൾ കണ്ട് അദ്ദേഹം മതിമറന്ന് നിന്നു പോയി. ഇതിനിടയിലാണ് ഒരു വേടൻ ആൺകിളിയെ അമ്പെയ്ത് വീഴ്ത്തിയത്. ഇണക്കിളിയുടെ വേർപാടിൽ വേദന പൂണ്ട് ആ പെൺപക്ഷി ദിനം നിലവിളിച്ചു. ഈ കാഴ്ച കണ്ടുനിന്ന മഹർഷിക്ക് അനം നൊന്തു. അദ്ദേഹത്തിന്റെ ശോകം ഒരു ശ്ലോകമായി മാറി. മതിഷാദ എന്നു തുടങ്ങുന്ന ശ്ലോകം ഈ ശ്ലോകത്തിന്റെ മട്ടിൽ ശ്രീരാമ കഥ എഴുതാൻ ബ്രഹ്മാവ് വാൽമീകിയോട് അരുളി ചെയ്തതു അത്രേ. അങ്ങനെയാണ് രാമായണം എന്ന ഇതിഹാസ കാവ്യം ഉടലെടുത്തത് എന്നാണ് പുരാണങ്ങളിൽ പക്ഷികൾക്ക് അപ്രധാനമല്ലാത്ത സ്ഥാനമുണ്ട്. നല്ല നീറ്റിൽ വായിച്ചേ. പുരാണങ്ങളിൽ പക്ഷികൾക്ക് അപ്രധാനമല്ലാത്ത സ്ഥാനമുണ്ട്. സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണ്. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുമ്പോൾ തടയാൻ ശ്രമിച്ചത് ജടായു എന്ന പക്ഷിരാജനാണ്. ഹംസ വാഹന
ബ്രഹ്മാവ് ഇങ്ങനെ വിഹങ്ങളെ പറ്റി അനവധി കഥകൾ ഭാരതീയ പുരാണങ്ങളിൽ ഓക്കെ പുരാണത്തിലുള്ള. ഓക്കെ മോനെ. അടുത്ത ഷെഫി. ഭാരതീയ പുരാണങ്ങളിലുണ്ട്. ഗ്രീക്ക് പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് ഫെനിക്സ്. അവസാന കാലമാകുമ്പോൾ സ്വയം ചെയ്ത കൂട്ടി ഈ പക്ഷി ആത്മഹത്യ ചെയ്യുമെന്നും ആ ചിതയിൽ നിന്നും വീണ്ടും ഒരു ഫെനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുമെന്നുമാണ് പ്രാചീന ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. ഈ കഥകളൊക്കെ കാണിക്കുന്നത് മനുഷ്യൻ പണ്ടുകാലം മുതലേ പക്ഷികളെ അടുത്തറിയാൻ ശ്രമിച്ചിരുന്നു എന്നതാണ്. മയിലിന്റെ നൃത്തവും കുയിലിന്റെ പാട്ടും അരയന്നത്തിന്റെ നടത്തവും വർണ്ണിക്കാത്ത കവികളില്ല. സംഗീതത്തിലെ പല രാഗങ്ങളും കിളികളുടെ കളങ്കൂജനകളെ അനുകരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏത് നർത്തകനെയും അത്ഭുതപ്പെടുത്തുന്ന നൃത്തമാണ് മയിലുകൾ നടത്തുന്നത്. വർണ്ണഭംഗിയിലും പക്ഷികൾ ഒട്ടും പല പക്ഷികളെയും നാം ഇണക്കി വളർത്തി ഉപയോഗിക്കുന്നു. കോഴി, താറാവ്, കാട മുതലായവ നമുക്ക് മുട്ടയും മാംസവും തരുന്നു. വിനോദത്തിനായി വിഭവങ്ങളെ കൂട്ടിലടച്ചു വളർത്തുന്ന പക്ഷി സ്നേഹികളുണ്ട്. നിങ്ങൾ ഒരു യഥാർത്ഥ പക്ഷി സ്നേഹിയാണെങ്കിൽ പക്ഷിത്തൂവൽ കൊണ്ട് നിരവധി അലങ്കാരവസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. മയിൽപീലി വിശറിയും പീലിക്കവടിയും മറ്റു നമുക്ക് ഏറെ പരിചിതമാണ്. കണ്ണന്റെ തിരുമുടിയിലെ മയിൽപീലിയും നമ്മുടെ മനസ്സിൽ ഓർമ്മ പകരുന്ന ഒന്നാണ്. സൂര്യദേവ്, അവിടുന്ന് അങ്ങോട്ട് സൂര്യദേവ് വായിച്ചേ. വനനശീകരണവും പരിസരവരണവും മൂലം പല കിളികൾക്കും വംശനാശം വന്നുകഴിഞ്ഞു. വംശനാശത്തോടെ അടുത്തു ഇരിക്കുന്നു. ഒരു പ്രദേശത്ത് ചത്തുവീഴാൻ തുടങ്ങിയാൽ അവിടെ മനുഷ്യനും ജീവിക്കാൻ പറ്റാത്തതായി എന്നു മനസ്സിലാക്കാം. പക്ഷികളെ നിരീക്ഷിക്കൂ. അവയുടെ ചലനങ്ങളും നിറങ്ങളും പാടുമെല്ലാം ആസ്വദിക്കൂ. പറവകൾ സ്നേഹിക്കുന്നവർ മനുഷ്യരെ സ്നേഹിക്കും. സ്നേഹികൾ ഈ ലോകം നന്നാക്കാൻ പരിശ്രമിക്കും. അങ്ങനെയുള്ള മനുഷ്യ സ്നേഹികളാകാൻ നമുക്ക് കഴിയട്ടെ. ഓക്കെ. അപ്പോ ഈ പാഠം നല്ലതുപോലെ വായിക്കണം. വായിച്ചിട്ട് എന്ത് ചെയ്യണം?
നല്ലപോലെ വായിച്ചാൽ മതി കേട്ടോ. അതുപോലെ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം, ആ 2 പാഠവും കൂടെ പഠിച്ചിട്ട് വരണം. 16ാമത്തെ ലെസൺ, അതായത് കുട്ടിയും പൂമ്പാറ്റയും കഴിഞ്ഞിട്ടുള്ള ഏതാണ്, ഗോലിയാത്തും അതല്ലേ, ദാവീദും ഗോലിയാത്തും. 2 പാഠവും നല്ലോണം പഠിച്ചിട്ട് വരണം. അതുപോലെ പോയറ്റ്സിന്റെ ഞാൻ പറഞ്ഞു ഒരു ആൽബം തയ്യാറാക്കണം. അതുപോലെ നമുക്ക് ഈ പാഠത്തിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാഠത്തില് പക്ഷിത്തൂവല് ശേഖരിക്കാനുണ്ട്. ഓക്കെ, ഒരു ആൽബം തയ്യാറാക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയാ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ചെയ്യാത്ത കുട്ടികൾ അത് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് ചെയ്യാം. ഓക്കെ, എന്താ ദേവാഞ്ജനക്ക്? ഓക്കെ, ബൈ. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് അത് പഠിച്ചിട്ട് വരും വേണം കേട്ടോ. ഓക്കെ മക്കളെ, ബൈ ബൈ. അപ്പൊ എല്ലാവരും ചെയ്യണേ. ഇതിന് ഞാനൊരു നിങ്ങളുടെ എക്സാമിന് ഒരു 5 മാർക്ക് തരും അധികം. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യണം. ബൈ, സി യു.